CPM മുതിർന്ന നേതാവ് MM ലോറൻസിന്റെ അന്ത്യയാത്രയ്ക്കിടെയാണ് എറണാകുളം ടൗൺ ഹാളിൽ നാടകീയ രംഗങ്ങളുണ്ടായത്. അല്പസമയം മുൻപാണ് നമ്മൾ അതിന് സാക്ഷ്യം വഹിച്ചത്. പൊതുദർശനത്തിന് ശേഷം മൃതദേഹം മോർച്ചറിയിലേക്ക് കൊണ്ടുപോകാനിരിക്കെയാണ് MM ലോറൻസിന്റെ മകൾ ആശ ലോറൻസ് അത് തടയുകയും ഫ്രീസറിൽ കെട്ടിപ്പിടിഞ്ഞ് കിടന്ന് പ്രതിഷേധിക്കുകയും ചെയ്തത്. പിന്നീട് ആശ ലോറൻസിനെയും മകനെയും ബന്ധുക്കൾ ബലം പ്രയോഗിച്ച് മാറ്റി മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോവുകയായിരുന്നു. തൽക്കാലം വൈദ്യപഠനത്തിന് വിട്ട് നൽകരുത് എന്ന ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് കൂടി അതിനിടെ പുറത്തു വന്നിരുന്നു. മോർച്ചറിയിൽ സൂക്ഷിക്കണം എന്നുള്ളതാണ് കോടതിയുടെ നിർദ്ദേശം. എന്നാൽ പള്ളിയിൽ സംസ്കരിക്കണമെന്നതാണ് ആശ ലോറൻസിന്റെ ആവശ്യം. ശ്രീകാന്തിലേക്ക് വീണ്ടും. ശ്രീകാന്ത്, നമ്മൾ ഒരിക്കലും കാണരുതാത്ത ചില കാഴ്ചകൾ, നിർഭാഗ്യകരമായ കാഴ്ചകളാണ് അല്പസമയം മുൻപ് ടൗൺ ഹാളിൽ കണ്ടത്. ഇതിൽ പാർട്ടിയെ സംബന്ധിച്ചത് വളരെ വേദനയുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്രയും മുതിർന്ന നേതാവിൻ്റെ ഈ അന്ത്യയാത്രാ സമയത്ത് ഇങ്ങനെ ഉള്ള ഒരു പ്രശ്നം വരുന്നു. പക്ഷേ അത് കുടുംബാംഗങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മക്കൾ തമ്മിലൊക്കെയുള്ളൊരു പ്രശ്നം എന്ന തരത്തിലേക്ക് അതിനെ കണ്ടാൽ പോലും അത് ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം തന്നെയാണ് ഉണ്ടായത് എന്നത് തർക്കമില്ല. ഇപ്പോൾ എന്താണ് അവിടെ അനുശോചന യോഗം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഈ കുടുംബാംഗങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുണ്ടോ? ഇവിടെ തന്നെയുണ്ട്. അവരാരും തന്നെ പിരിഞ്ഞു പോയിട്ടില്ല. ഇപ്പോഴും ഈ സ്ഥലത്ത് ഈ അനുശോചന യോഗം നടക്കുന്നതിന് തൊട്ടടുത്തായി അവരെല്ലാവരും തന്നെയുണ്ട്. പക്ഷേ ആശ ലോറൻസിനെ ഇവിടെ നിന്നും അനുനയിപ്പിച്ച് മാറ്റിയിട്ടുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരെ ഇവിടെ നിന്നും മാറ്റി എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഏതാണ്ട് ഒരു ഉച്ച വരെ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് നമ്മളാണ് ആ വാർത്ത ആദ്യം നൽകുന്നത്. ഹൈക്കോടതിയിലേക്ക് MM ലോറൻസിന്റെ മകൾ പോയിരിക്കുന്നു എന്നുള്ളത്. തുടർന്ന് MM ലോറൻസിന്റെ മകൾ നൽകിയ ഹർജി ഹൈക്കോടതി പരിഗണനയ്ക്കെടുത്തു. പിന്നാലെ മൃതദേഹം വൈദ്യപഠനത്തിന് നൽകുന്നതിൽ ചില എതിർപ്പുകൾ ഈ മകൾ ഉയർത്തി. അങ്ങനെ അത് മോർച്ചറിയിൽ സൂക്ഷിക്കാനും വൈദ്യപഠനത്തിന് നൽകുന്നതിൽ തീരുമാനം പിന്നീട് എടുക്കാനും നിർദ്ദേശിച്ചു. മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിന് തൊട്ട് മുൻപ് ഔദ്യോഗിക ബഹുമതി നൽകി. പിന്നാലെയാണ് ആശ ലോറൻസ് ഇവിടെ എത്തുന്നത്. മൃതദേഹത്തിനരികിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആശ ലോറൻസ് എത്തി. മൃതദേഹം ഇവിടെ നിന്നും മാറ്റാൻ സമയം അവർ അതിന് മുകളിലേക്ക് വീണ് കിടന്ന് കരഞ്ഞു. അപ്പോൾ ബന്ധുക്കൾ ഇടപെടേണ്ടതായ സാഹചര്യം എത്തി. ബന്ധുക്കൾ ഇടപെട്ടു. അവരെ പിടിച്ചു മാറ്റാൻ ശ്രമം നടത്തി. ആശ ലോറൻസ് കുതറി മാറാനുള്ള ശ്രമവും ഇതിനിടെ നടത്തുകയും ചെയ്തു. പാർട്ടി പ്രവർത്തകരോ നേതാക്കളോ അതിൽ ഇടപെട്ടില്ല. അത് കുടുംബപരമായ പ്രശ്നം എന്ന രീതിയിൽ മാത്രമാണ് പാർട്ടി അതിനെ കണ്ടത്. അങ്ങനെ ആശയെ ഒരുവിധം കുടുംബാംഗങ്ങൾ അനുനയിപ്പിച്ച് മാറ്റി. മൃതദേഹം ഇവിടെ നിന്നും ബലമായി പിടിച്ചെടുത്തുകൊണ്ടുപോയി എന്ന് പറയുന്നതാണ് ശരി. നേരെ ആംബുലൻസിൽ കയറ്റി വളരെ വേഗം, ഇവിടെ ഒരു നിമിഷം പോലും നിർത്താതെ വളരെ വേഗം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്തത്. ആശ ലോറൻസിനെ പിന്നാലെ ഇവിടെ നിന്നും മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അനുശോചന യോഗം നടക്കുകയാണ്. ഒരു കാര്യം അനുജ, ഈ MM ലോറൻസിനെ പോലെ ഒരു തലമുതിർന്ന കമ്മ്യൂണിസ്റ്റിനെ തൊഴിലാളി നേതാവിന് നൽകേണ്ട യാത്രയെ വിട പറയൽ ഇങ്ങനെയാണോ എന്ന് ചോദിച്ചാലല്ല, ഏറ്റവും അനുചിതമായത് എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പോൾ ശ്യാം കുമാർ കൂടിയുണ്ട്. ശ്യാം ഉള്ളത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്നാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ശ്യാം, മൃതദേഹം അങ്ങോട്ടേക്ക് എത്താറാകുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു. എന്തായാലും അവിടെ ഇപ്പോൾ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. നേരത്തെ പ്രതികരിക്കാതെ പ്രിൻസിപ്പൽ പോകുന്നു. അദ്ദേഹം ഫോറൻസിക് വിഭാഗം ഡോക്ടേഴ്സുമായി ചർച്ച നടത്തുകയാണ്. കോടതിയുടെ ഒരു ഉത്തരവ് കൂടി വന്ന പശ്ചാത്തലത്തിൽ ഇനി എന്താണ് മെഡിക്കൽ കോളേജിന്റെ തുടർ നടപടി? അനുജ, ഹൈക്കോടതി ഉത്തരവ് അനുസരിച്ച് MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട്, അതിന്റെ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപ് ഇവിടെ എത്തിയിരുന്നത്. അദ്ദേഹം ഫോറൻസിക് സയൻസിലെ ഉദ്യോഗസ്ഥർ, ഡോക്ടർമാരുമായിട്ടും കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ നിന്നെത്തിയ ഉദ്യോഗസ്ഥരുമായിട്ട്, SI അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നമുക്ക് അതിൻ്റെ അകത്ത് കാണാം, അവരുമായി ചർച്ച നടത്തുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും കോടതി ഉത്തരവ് അനുസരിക്കുക എന്നുള്ളത് മാത്രമാണ് മെഡിക്കൽ കോളേജിന് ചെയ്യാനുള്ളത്. പക്ഷേ ഇവിടെ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെടെ എത്തുന്നുണ്ട്. 10 മിനിറ്റിനകം മൃതദേഹം ഇങ്ങോട്ട് എത്തുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും മൃതദേഹം ഇവിടെ എത്തിച്ച് അകത്ത് കയറ്റി സൂക്ഷിക്കുക, അത് കോടതി ഉത്തരവ്, കോടതി എന്തു പറയുന്നു അതുവരെ സൂക്ഷിക്കുക എന്നുള്ളതാണ് മെഡിക്കൽ കോളേജിന്റെ സ്വാഭാവികമായിട്ടുള്ള ചുമതല. അത് നിർവഹിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്ന് പൂർത്തിയാക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തുകയും ഫോറൻസിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും അതിന്റെ നടപടിക്രമങ്ങൾ അകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ തന്നെ നിലവിൽ ഉള്ള തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലമുതിർന്ന
CPM-ന്റെ ഏറ്റവും തലമുതിർന്ന നേതാക്കളുള്ള ഒരാളാണ് MM ലോറൻസ്. സ്വാഭാവികമായും കൊച്ചിക്കാർക്ക് അദ്ദേഹം എത്രത്തോളം പ്രിയപ്പെട്ടവനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന്റെ സംഘടന, അദ്ദേഹത്തിന്റെ ഒരു തീക്ഷ്ണമായ ജീവിതവും അതിനുശേഷം അദ്ദേഹം കെട്ടിപ്പടുത്ത സംഘടനകളും തൊഴിലാളികൾക്ക് നൽകിയ പിന്തുണയും ദിശാബോധവും ഒക്കെ അവർക്ക് ആ MM ലോറൻസ് എന്ന് പറയുന്ന ഒരു മുതിർന്ന നേതാവിന് വിട നൽകുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ആദരവും വികാരവും ഒക്കെയുണ്ട്. അതിനിടയിലാണ് മകൾ ഹൈക്കോടതിയെ സമീപിച്ച് അത്തരത്തിലൊരു ഉത്തരവുമായി വരുന്നത്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് തന്റെ ശരീരം പഠിക്കാൻ കൊടുക്കണമെന്ന് മാതൃകാപരമായ ഒരു തീരുമാനമെടുത്ത നേതാവിന്റെ മൃതദേഹം കൊടുക്കുന്നതിന് മുൻപാണ് അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാകുന്നത്. അതാണ് അവരെ ഏറ്റവും വൈകാരികമായി വേദനിപ്പിക്കുന്നതും. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മൃതദേഹത്തിനെ അനുഗമിച്ചുകൊണ്ട് നിരവധി പേർ മെഡിക്കൽ കോളേജിലേക്ക് എത്തുന്നു എന്നുള്ള വിവരവും ഉണ്ട്. പ്രാദേശിക പാർട്ടി പ്രവർത്തകരടക്കം ഇവിടെ ഇപ്പോൾ എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും CPM-നെ സംബന്ധിച്ച് അവരുടെ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള ഒരാളുടെ വിടവാങ്ങൽ ഇങ്ങനെയാകരുത് എന്ന് ആഗ്രഹിച്ച ഒരു വിടവാങ്ങൽ അത് കോടതിയെ സമീപിച്ച് മകൾ തന്നെ അത്തരത്തിലേക്ക് ആക്കുമ്പോൾ അത് വളരെ വൈകാരികമായി അവരെ മുറിവേൽപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് MM ലോറൻസ് ആരാണെന്നുള്ളത് കൊച്ചിക്ക് പ്രത്യേകിച്ച് പറയേണ്ട ഒരു നേതാവല്ല. കാരണം ഇവിടെ തൊഴിലാളി സംഘടനകൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ചത് ഏതൊക്കെയാണെന്നും അത് എങ്ങനെയൊക്കെയാണ് തൊഴിലാളികളെ സഹായിച്ചതെന്നും ഓരോരുത്തരുടെയും മനസ്സിലുണ്ട്. കൊച്ചിക്കാർക്ക് അദ്ദേഹം എന്തായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഇന്ന് ടൗൺ ഹാളിൽ കണ്ടത്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനകം ഇങ്ങോട്ടെത്തും. കോടതി ഇനി എന്തു പറയുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ. അതിനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം MM ലോറൻസിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും. അവിടെ മോർച്ചറിയിൽ സൂക്ഷിക്കണമെന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് പാർട്ടി പ്രവർത്തകരൊക്കെ എത്തിച്ചേരുന്നുണ്ട്. നിലവിൽ അവിടെ ചർച്ചകൾ നടക്കുന്നു. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ പ്രതാപൻ അദ്ദേഹം ഫോറൻസിക് വിഭാഗം ഡോക്ടേഴ്സുമായി ചർച്ച നടത്തുകയാണ്. കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ചർച്ച. അവിടെയാണ് ഈ മൃതദേഹം സൂക്ഷിക്കേണ്ടത്. ഇനി തുടർ തീരുമാനങ്ങളൊക്കെ മെഡിക്കൽ കോളേജ് കൈക്കൊള്ളണം എന്നത് കൂടി ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്.